കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതിന് അവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു ശിഷ്യന്മാരോടും ജനങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, തൻ്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ, അവർക്ക് വേണ്ടുന്നത് ചെയ്യാതെ നീതിപ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ സുവിശേഷം പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും ദൈവരാജ്യത്തിൽ പോകുവാൻ സാധിക്കത്തില്ല. അതേപോലെ യേശുക്രിസ്തു പറയുകയാണ്, 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പുറത്തു നിന്ന് അകത്ത് പോകുന്നതൊന്നും മനുഷ്യൻ അശുദ്ധമാക്കുന്നില്ല, പക്ഷേ അകത്തു നിന്ന് പുറത്തു വരുന്ന ആ ഒരു ക്രിയകൾ, സംസാരം, പ്രവർത്തികൾ, നാം ഒരാളോട് പെരുമാറുന്നത്, നാം കൂടെ ഇരിക്കുന്നവർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഒക്കെയും വേരോടെ പിഴുതു മാറ്റും പിതാവ് എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതു മാറ്റുമെന്ന് പറഞ്ഞാൽ അവരെ കുടുംബത്തോടെ അല്ലെങ്കിൽ തലമുറകളെ ഒന്നും സ്വർഗരാജ്യത്തിൽ പോകാതെ എല്ലാവരെയും ദൈവം നരകത്തിൽ തള്ളിയിടും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കും നമ്മുടെ തലമുറകൾക്കും നാം ശാപം വരുത്തി വയ്ക്കാതെ നാം അനുഗ്രഹം വരുത്തി വയ്ക്കുന്നവരായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നാം വേരോടെ പറിച്ചു പോകപ്പെടാതിരിപ്പാൻ, സ്വർഗരാജ്യത്തിൽ നാട്ടപ്പെടുവാൻ തക്കവണ്ണം പിതാവിൻ്റെ കൈ കൊണ്ട് സ്വർഗരാജ്യത്തിൽ തന്നെ നമ്മെ കൊണ്ടുപോകാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് നാം കാണിക്കുന്ന സഹതാപം, സ്നേഹം, ഇതെല്ലാം അതേപോലെ അവരോട് കാണിക്കുന്ന കോപം, വെറുപ്പ്, അപ്പോൾ ഇതൊക്കെ നമ്മെ ഒരു ദിവസത്തെ ന്യായവിധിയിൽ നിർത്തും. ആയതുകൊണ്ട് നാം സൂക്ഷിച്ച് ദൈവവചനത്തിന് അനുസരണമായി കീഴ്പ്പെട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ ഈ ലോക ജീവിത യാത്രയിൽ കർത്താവെ, ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവർക്ക് ഞങ്ങളാൽ മട്ടും കർത്താവെ അവർക്ക് ഉദവി ചെയ്യുവാനും കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങൾ വന്നു ചേരുവാൻ ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പാപവും ശാപവും ഞങ്ങളിൽ നിന്ന് അകറ്റി കർത്താവെ പുതിയ സൃഷ്ടിയായി ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.